എന്താ പ്രശ്നം? കുടി ഇറക്കണോ കുടി പാർപ്പിക്കണോ? എന്തിനാ അപ്പൂട്ടനില്ല ഇവിടെ? അപ്പൂട്ടാ, ശങ്കരൻ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ മേടിച്ചിട്ടേ മുങ്ങി നടക്കുക. എന്നെ നടത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്നാ പിടികിട്ടിയത്. എനിക്ക് എന്റെ കാശ് കിട്ടണം അപ്പൂട്ടാ. ആഹാ, കടം മേടിച്ചിട്ട് ഒളിച്ചു കളിക്ക്. അത് ശരിയാവില്ലോ, നെറികേടല്ലേ. എന്താ ഈ നാട്ടിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചോ? അവറാച്ച് നിക്ക്, അപ്പൂട്ടൻ പരിഹാരം ഉണ്ടാക്കാം. ശങ്കരേട്ടാ വാതിൽ തുറക്ക്. അപ്പൂട്ടനാ അപ്പൂട്ടനകത്ത് കയറിയിരിക്കണേ. മക്കളെ, എന്നിവിടെ എന്ത് നടക്കാം കാണാം. ഹെൽപ്പുള്ളൊരു മാത്രം ഇവിടെ നിന്നാ മതി. ഇന്ന് കാശ് കൊടുത്തില്ലെങ്കിൽ ശങ്കരൻ സമയമാം ജീവിതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ശങ്കരേട്ടൻ തനിയെ പോകുന്നു. 10,000 രൂപയുണ്ട്. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഇത് പെട്ടിയിൽ വെച്ചിട്ടായിരുന്നോ തന്റെ കളി? അപ്പോ താടിയുള്ള അപ്പനെ പേടിയുണ്ടല്ലേ? അപ്പൂട്ടൻ വന്നപ്പോ ഇളകാത്ത കാശ് ഇളകി. അതാണ് നമ്മുടെ മെമ്പർ അപ്പൂട്ടൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നമസ്കാരം. ആ കുഞ്ചാരെ, പട്ടാളത്തിലുള്ള മകന്റെ പണവും കത്തുമൊക്കെ വരാറില്ലേ? നീലി, ചാത്തൂട്ടി കുടിച്ചിട്ട് വന്നിട്ട് രാത്രി ദേഹോപദ്രവൊന്നും ഇല്ലല്ലോ? അപ്പൂട്ടൻ വന്ന് പേടിപ്പെടുത്തിയ പിന്നെ വിളക്ക് വെക്കുന്നതിന് മുമ്പ് ആള് പൊടിയിലുണ്ട്. ആ സന്തോഷം. അംബുജം, നിന്റെ ഭർത്താപ്പോഴും പഴയ കാളവാസ് തന്നെയാണല്ലോ. നീ പോടാ. സന്തോഷം. അപ്പൂട്ടൻ വളം വാങ്ങാനുള്ള പണം കുളമായില്ലടാ. ഒന്ന് പതുക്കെ പറയടാ. എന്തിനാടാ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തില്? പാവങ്ങളല്ലടാ, ഇതിങ്ങടെ കണ്ണീര് കാണുമ്പോ ഒന്നും കണ്ടില്ല എന്ന് നടിക്കാൻ അപ്പൂട്ടനാവില്ല. നമസ്കാരം അപ്പൂട്ടാ. നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? ശാരദ ടീച്ചറെ, വെയിൽ കൊണ്ട് വാടാതെ അകത്തേക്ക് കയറി നിൽക്ക്, സൗകര്യമായിട്ട് നിൽക്ക്. അപ്പൂട്ടം വക വെയിറ്റിംഗ് ഷെഡിന് ചോർച്ചയൊന്നുമില്ലല്ലോ? 9,638 രൂപ 40 പൈസ ചെലവാക്കി കെട്ടിയതാ. ഇവിടെ കോടികൾ മുടക്കി ഉണ്ടാക്കി ഇടമേലാർ അണക്കെട്ട് വരെ ചോർന്ന്. പിന്നെയാണ് ഈ നക്കാപ്പിച്ചയുടെ വെയിറ്റ് ഷെഡ്. എന്തായാലും വളരെ ഉപകാരമായി അപ്പൂട്ടാ. മഴയും വെയിലും കൊള്ളാം ഇക്കാലം. ഓഹോ, കേട്ടില്ലടാ. ഇതിനു വേണ്ടി അപ്പൂട്ടനെല്ലാം ചെയ്യണത്. വെറുതെ എല്ലാ നാട്ടുകാരെന്നെ പിടിച്ച് പഞ്ചായത്ത് മെമ്പറാക്കിയത്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടല്ലോ? കുടിവെള്ള പ്രശ്നമൊന്നുമില്ലല്ലോ? വെള്ളം കോരിത്തരം പുതിയ ആളെ നിയമിക്കണ്ടല്ലോ. അപ്പൂട്ട, വായനശാലയിലേക്ക് ഒരു ടി.വി. മേടിച്ചു തരുമോ? ക്രിക്കറ്റ് കാണാൻ. എന്ത് വിളിക്കടാ? അപ്പൂട്ടനോ? എടീ കോമതി, ഈ താമരക്കുളത്ത് ഇന്നലെ വെച്ച് വീണ കൊച്ചു തൊട്ട് വയതായി ചാവാൻ കിടക്കണവർക്ക് വരെ അവൻ അപ്പൂട്ടനാ. പേച്ചിത്തള്ളേ, വാർദ്ധക്യ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടടാ മോനെ. നിന്റെ കല്യാണം വന്ന് ഉറപ്പിച്ചോ മോനെ? ഇല്ലല്ലോ. നിനക്ക് പ്രായം എത്രയായിന്നറിയൂ? ഈ വരുന്ന ചിങ്ങത്തില് 30 വയസ്സ്. അയ്യോ, എന്തിനു ഓർമ്മശക്തി? അതേടാ, ഈ വയറ്റാട്ടിയുടെ കയ്യിലേക്കാ ഇവരെ തെറ്റിട്ടത്. ആദ്യം ചത്തവും ചൂരും ഒന്നും ഇല്ലായിരുന്നു. എല്ലാരും പേടിച്ചുപോയി. പിന്നെ വാ കീറി ഒരലർച്ച. ആ കൈ ഇങ്ങോട്ട് കാണിച്ചേ. മുറുക്കാൻ മേടിച്ചോ. എന്റെ മക്കള് നന്നായി വരും. ഇത് എത്രാമത്തെ പ്രാവശ്യമാടാ? 50 രൂപ കിട്ടാനില്ല തള്ളടി പ്രസംഗം. എന്നാലും അത് കേക്കണതൊരു രസാടാ. എന്താ അപ്പൂട്ടാ ഇത്? വെളുപ്പിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ? ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വന്നില്ലല്ലോ. അപ്പൂട്ടം വരാതെ എനിക്ക് പോവാൻ പറ്റുമോ? എനിക്കിന്ന് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞലക്ഷ്മി പോയിക്കോളൂ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുത്തു കഴിക്കാൻ മറക്കണ്ട കേട്ടോ. ആ അപ്പൂട്ട, ടൗണിൽ പോയിട്ട് വരുമ്പോ എനിക്കൊരു കൂടെ കൺവെൻഷൻ വാങ്ങിക്കൊണ്ടു മറക്കല്ലേ? ചേടാ, വേലക്കാരി തള്ളയുടെ മോൾക്ക് കൺവെൻഷൻ എഴുതാനും ചെലവ് അപ്പൂട്ടന്റെ വക. ഈ പറയുന്ന ആളെ അപ്പൂട്ടന്റെ ചക്കാത്ത് പറ്റി നന്നായി ചേർത്തിട്ടുണ്ടല്ലോ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ. അല്ല, ആ വക്കച്ചനെ അമ്മൂട്ടിക്കാനും കണ്ടില്ലല്ലോ. അപ്പൂട്ടാ, നമ്മൾ കുളിക്കാണ്. ഇതാ വരുന്നു. ആ, പതുക്കെ വന്നാ മതി. അപ്പൂട്ടന്റെ എണ്ണ, അപ്പൂട്ടന്റെ സോപ്പ്, അപ്പൂട്ടന്റെ വെള്ളം, കുളിയടാ കുളി. ആ, വക്കച്ചനെത്തി. കീഴേ പറമ്പിലെ തേങ്ങ ഇടയിൽ കഴിഞ്ഞു. ആകെ തേങ്ങ 4,300. അതിൽ വെട്ടുകാരനും സൂക്ഷിപ്പുകാരനും പരിസരവാസികൾക്കും കൊടുത്തിട്ട് ബാക്കി തേങ്ങ 4,000. അതില് വക്കച്ചന്റെ വട്ടച്ചെലവ് കഴിച്ചിട്ട് ബാക്കി എത്രയുണ്ടെന്ന് പറ. 13,620 കണക്കതിലുണ്ട്. മണിയാ, ഓ, കുറിച്ചിട്ടോ? കുറിച്ചിരുന്നുണ്ടേ. ഇന്നത്തെ വരവ് തേങ്ങ വിറ്റ വകയിൽ 13,620 രൂപ. ചെലവ്
ശങ്കരേട്ടനെ സഹായിച്ച വകയിൽ 10,000. മച്ചിങ്ങിലെ മാധവിക്കുട്ടി കരഞ്ഞു കാണിച്ചപ്പോ കൊടുത്തത് 100. പേച്ചിത്തള്ള പേരെടുത്ത കഥ പറഞ്ഞ വകയിൽ 50. ആകെ 10,150. പിന്നെ ശങ്കരേട്ടന് സഹതാപം തോന്നിയ വകയിൽ കൊടുക്കേണ്ട നെല്ല് 2 ചാക്ക്. പുരോഗമിക്കുന്നുണ്ടേ. ഛെ, ഒന്ന് പതുക്കെ പറയടാ, അമ്മ കേക്കും. ആകെ വേർതൊലിക്കുന്നു. ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കുന്നതൊക്കെ കൊള്ളാം, സോപ്പടിച്ച് മാറ്റരുതിട്ടോ. മതി മതി, ഇക്കാടെ ശരീരത്തിനും ചർമ്മകാന്തിക്കും വെണ്ണീര് പൂശിയാ മതി. ഇതേ 66 രൂപ 75 പൈസയുടെ കുട്ടിക്കൂറയാ. വേണ്ടടാ, അന്റെ ഓശ രാമൂട്ടിക്ക് വേണ്ട. ഞാനേ അന്റെ പാട്ട PS സോപ്പിട്ട് കുളിക്കാൻ വന്നതല്ല. ഇന്ന് മുഴുവനും കടുവാശ്ശേരിയിൽ ആ ബ്രോക്കർ രാമൻകുട്ടിനെ പുറങ്ങെടുക്കായിരുന്നു. എന്തിന്? നിനക്കൊരു പെണ്ണന്വേഷിക്കാൻ. ഇക്ക, എന്നിട്ട് എന്താ ഇക്ക, പെണ്ണ് ശരിയായോ? പറയാൻ മനസ്സിലാ, വിട്. എന്റെ പൊന്നിക്കയില് പെണങ്ങാതൊന്ന് വിശദമായിട്ട് പറയന്റെ ചേടാ, അത് വലിയ കൊല്ലാ പല വിട്. നമുക്ക് ഞാൻ പറയാം. കടുവാശ്ശേരിയിലെ വാസുദേവ പണിക്കരെ മോള് ഓമനക്കുട്ടിയാ പെണ്ണ്. ജാതക ഉത്തമത്തിൽ ചേർന്നിരിക്കുക. ഇക്ക, പെണ്ണെങ്ങനെ? പോയി നോക്കടാ നമുക്ക്. ഇക്ക, ബാക്കി പറ. ചേടാ, നല്ല മുഞ്ചത്തി പെണ്ണ്, വലിയ തറവാട്ടേര്. നാളെ രാവിലെ 10 മണിക്ക് എന്നെ അവിടെ എത്തിക്കാന്ന് ഞമ്മള് വാക്കുകൊടുത്തിരിക്കുക. അതിനെന്താ, പോവാലോ? ബ്രോക്കർ രാമൻകുട്ടി മാധവന്റെ കടയിലുണ്ടാവും, ഞാനും അവിടെ ഉണ്ടാവും. അവിടെ നമുക്ക് ഒന്നിച്ചു പോവാ. ഇക്ക, ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട, ഇനി ഊണ് വേണ്ട. ലേശം കഴിച്ചിട്ട് പോവാന്ന്. അത് ഞാൻ വന്നപ്പോഴേ എടുത്ത് കഴിച്ചിടവായ. ഓമനക്കുട്ടി, നല്ല മൊഞ്ചുള്ള പെണ്ണ്. ഇപ്പൊ വെള്ളം ഇറക്കണ്ടേ? മൊഞ്ചാണോ കൊഞ്ചാണോ നമുക്ക് നാളെ കണ്ടിട്ട് തീരുമാനിക്കേ.